ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൂബ്രിക്കേഷൻ സിസ്റ്റംസിനെ പറ്റിയാണ്. അതായത് ഒരു വെഹിക്കിളിൽ അല്ലെങ്കിൽ IC എൻജിൻസിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്തിനാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇത് എൻജിൻ ഓയിലിൻ്റെ കുറച്ച് ഡിസൈൻസാണ്. കുറച്ച് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന എൻജിൻ ഓയിലാണ് ഇവിടെ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഈ എൻജിൻ ഓയിൽ, അല്ലെങ്കിൽ എന്തിനാണ് എൻജിൻ ഓയിൽ നമ്മുടെ വണ്ടിയിലെ വെഹിക്കിളിൻ്റെ എൻജിനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്? അത് ലൂബ്രിക്കേഷന് വേണ്ടിയാണ്. ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഈ എൻജിൻ ഓയിൽ നമ്മൾ വെഹിക്കിളിൽ, ഇപ്പം 2 വീലർ ആയിരുന്നാലും 4 വീലർ ആയിരുന്നാലും അതല്ല ലോറി ബസ്സൊക്കെ ആയിരുന്നാലും, അപ്പം എൻജിൻ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ലൂബ്രിക്കേഷന് വേണ്ടിയാണ്. അത് തീരുന്നതനുസരിച്ച് എൻജിൻ ഓയിൽ അത് കൺസ്യൂം ചെയ്യുന്ന ഒരു ലിക്വിഡാണ് എൻജിൻ ഓയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ലെവൽ കുറയും തോറും, അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും തോറും നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു രീതിയാണ് ഈ എൻജിൻ ഓയിൽ എന്ന് പറയുന്ന ആ സംഭവം ഉള്ളത്. ഈ എൻജിൻ ഓയിൽ ഉപയോഗിക്കുന്നത് ലൂബ്രിക്കേഷന് വേണ്ടിയാണ്. ആ എൻജിൻ ഓയിൽ നമ്മൾ എൻജിനിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ആ ഒരു പോർഷൻ കാണും, അതിൽ വഴി ഈ ഓയിൽ, അതായത് എൻജിൻ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വിസ്കോസിറ്റി ഉണ്ട്. SAE 40, SAE 30 എന്നൊക്കെ വിസ്കോസിറ്റി സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ 30, 40 എന്നൊക്കെ പറഞ്ഞാൽ വിസ്കോസിറ്റിയുടെ മെഷർമെൻറ്റാണ്. ആ ഹയർ വാല്യൂ പറയും തോറും അതിൻ്റെ വിസ്കോസിറ്റി കൂടി വരും. ഇപ്പം SAE 30യേക്കാളും വിസ്കോസിറ്റി കൂടിയ ഓയിലായിരിക്കും SAE 40. അപ്പോൾ SAE എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് എന്നാണ് SAE എന്നതിൻ്റെ ഫുൾ ഫോം. അത് SAE 30, SAE 40 ഒക്കെ ഉണ്ട്. അത് ഓരോ വെഹിക്കിളിനും 2 വീലറും ഡിഫറൻ്റ് ആയിരിക്കും, 4 വീലറും ഡിഫറൻ്റ് ആയിരിക്കും. ആ സ്പെസിഫിക്കേഷൻ എല്ലാം വണ്ടിയുടെ മാനുവലിൽ കാണും. അപ്പോൾ ഇതെല്ലാം ലൂബ്രിക്കേഷന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്ന ഓയിലാണ് ഈ എൻജിൻ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ട് എന്നൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാനൊരു 4 സ്ട്രോക്ക് എൻജിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പം ലൂബ്രിക്കേഷൻ സിസ്റ്റം 2 സ്ട്രോക്ക് ആയിരുന്നാലും 4 സ്ട്രോക്കിലായിരുന്നാലും എല്ലാ ടൈപ്പ് എൻജിൻസിലും വേണം. ഇവിടെ 4 സ്ട്രോക്കിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് ഞാൻ ഒരു സംഭവം എന്താണെന്ന് പറയാം. ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു മോഷനാണ്. വളരെ സ്മൂത്തായിട്ട് ഈ പിസ്റ്റൺ വളരെ സ്മൂത്തായിട്ട് നല്ല സ്പീഡിൽ തന്നെ നമ്മൾ ഈ സിലിണ്ടറിൻ്റെ അകത്ത് സ്മൂത്തായിട്ട് അത് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് വളരെ ഫാസ്റ്റായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഫ്രിക്ഷൻ വളരെ കുറവാണ്. ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഫോഴ്സ് ഈ കമ്പസ്റ്റൻ വഴി കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ പിസ്റ്റൺ മൂവ് ചെയ്യത്തുള്ളൂ. ഫ്രിക്ഷൻ കൂടുതലാണ് എങ്കിൽ കൂടുതൽ ഈ കമ്പസ്റ്റൻ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന പവർ അത് കൂടുതൽ എക്സേർട്ട് ചെയ്താൽ മാത്രമേ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഫ്രിക്ഷൻ കൂടിപ്പോയാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, കൂടുതൽ എഫേർട്ട് എടുത്താൽ ഈ പിസ്റ്റൺ മൂവ് ചെയ്യത്തുള്ളൂ. വളരെ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് അത് റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഫ്രിക്ഷൻ മാക്സിമം കുറഞ്ഞിരിക്കണം. ഈ ഫ്രിക്ഷൻ എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ, ഈ പിസ്റ്റൻ്റെ സൈഡും ഈ സിലിണ്ടറിൻ്റെ വാളും ഇത് തമ്മിൽ രണ്ട് മെറ്റലാണല്ലോ, 2 മെറ്റൽ പാർട്ടിക്കിൾസ് തമ്മിൽ മൂവ്മെൻറ്റിൽ വരുമ്പോഴാണ് ഈ ഫ്രിക്ഷൻ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രിക്ഷൻ മാക്സിമം കുറഞ്ഞിരിക്കണം. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഈ പിസ്റ്റൻ്റെ ഈ എഡ്ജിലും ഈ സിലിണ്ടറിൻ്റെ സൈഡിലുമായിട്ട് ഒരു തിന്നായിട്ടുള്ള ഓയിലിൻ്റെ ഫിലിം ഫോം ചെയ്യും. അപ്പോൾ ഓയിലിൻ്റെ ഫിലിം ഉള്ളതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഓയിലിൻ്റെ ഫിലിം ഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എൻജിൻ ഓയിൽ എൻജിനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓയിലിൻ്റെ ഫിലിം ഫോം ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻജിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പം വളരെ വിസ്കോസിറ്റി കൂടിയ ഒരു ഫ്ലൂയിഡാണ് എൻജിൻ ഓയിൽ എന്ന് പറയുന്നത്. അത് ഒരു തിന്നായിട്ടുള്ള ഒരു ഫിലിം പോലെ ഇതിൻ്റെ മുകളിൽ വരും, സർഫസിൽ ഫോം ചെയ്യും. അത് കാരണം ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കും. അപ്പം വളരെ സ്മൂത്തായിട്ട് പിസ്റ്റൺ, വളരെ എഫേർട്ടൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ വളരെ എഫേർട്ട് ഇല്ലാതെ തന്നെ പിസ്റ്റൺ വളരെ സ്മൂത്തായിട്ട് അത് മൂവ് ചെയ്തോളും. അങ്ങനെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത്രയും പവർ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മറ്റേതാണെങ്കിൽ ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ പവർ ലോസ് കൂടുതലായിരിക്കും, ഒരുപാട് പവർ നമുക്ക് നഷ്ടമാവും ഈ ഫ്രിക്ഷൻ മൂലം. അപ്പോൾ അതുകൊണ്ട് ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കണം. അതിനുവേണ്ടിയാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉള്ളത്. മാത്രമല്ല, ഈ ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഇല്ല എങ്കിൽ പിന്നെയും ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട്. ഒന്ന്, ഈ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടും. എവിടെയാണോ ഫ്രിക്ഷൻ വരുന്നത് ആ ഭാഗത്ത്, ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഒരുപാട് ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ
കമ്പോണൻസിന് എക്സ്പാൻഷനൊക്കെ ഉണ്ടാവാം, മേ ബി കമ്പോണൻസിന് ഡാമേജ് ഉണ്ട്, ഫിസിക്കൽ ഡാമേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിസ്റ്റൺ തന്നെ ക്രാക്കായി പോവുകയോ പൊട്ടിപ്പോവുകയുള്ള സാധ്യതയൊക്കെ ഉണ്ട്, കൂടുതൽ ടെമ്പറേച്ചർ വളരെ ലിമിറ്റിനെക്കാളും കൂടുകയാണെങ്കിൽ. അപ്പം ടെമ്പറേച്ചർ ഒരുപാട് കൂടിപ്പോയാൽ അതിനനുസരിച്ച് കൂളിംഗ് സിസ്റ്റത്തിന് ഒരുപാട് എഫേർട്ട് വേണ്ടി വരും. അപ്പം കൂളിംഗ് സിസ്റ്റവും ആ ഒരു ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നൊരു ഒബ്ജക്റ്റീവും കൂടി ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനുണ്ട്. അല്ലെങ്കിൽ അവിടെ ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഇല്ല എങ്കിൽ ഫ്രിക്ഷൻ മൂലം ആ ഏരിയയിൽ ഒരുപാട് ടെമ്പറേച്ചർ, ആ മൂവിങ് പാർട്സ് എവിടെയൊക്കെ, മെറ്റൽ പാർട്സ് തമ്മിലുള്ള മൂവിങ് എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം വളരെ ഹൈ ടെമ്പറേച്ചർ ഫോം ചെയ്യും. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കുക എന്നതും ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ ഈ ഓയിൽ തന്നെ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, എന്തായാലും കുറച്ച് ടെമ്പറേച്ചർ അവിടെ ഉണ്ടാകും. ഫ്രിക്ഷൻ മൂലമോ അല്ലെങ്കിൽ കമ്പസ്റ്റിംഗ് പ്രോസസ്സ് മൂലമോ ടെമ്പറേച്ചർ ഈ ഭാഗത്ത് ഈ ഒബ്ജക്ട്സിലെല്ലാം, ഈ മെറ്റൽ കമ്പോണൻസിലെല്ലാം ഒരു കുറച്ച് ടെമ്പറേച്ചർ ഫോം ചെയ്യും. ആ ടെമ്പറേച്ചറിനെ ഡിസിപ്പേറ്റ് ചെയ്യാനും ഈ ഒരു ഓയിലിൻ്റെ ആ ഒരു ഫിലിം, ആ ഓയിലിൻ്റെ ഒരു പ്രസൻസ് നമ്മളെ സഹായിക്കും. അപ്പോൾ ആ ഓയിലിൻ്റെ പ്രസൻസ് കൊണ്ട് ഹീറ്റ് ഡിസിപ്പേഷനും ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ അഡ്വാൻറ്റേജസ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനുണ്ട്. അതുപോലെ പിന്നെയും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ സിലിണ്ടർ വാളിൻ്റെ അകത്ത് എന്തെങ്കിലും ഡേർട്ടോ അല്ലെങ്കിൽ കാർബണിൻ്റെ പാർട്ടിക്കിൾസ്, അതായത് കരി, ഈ കമ്പസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുകയാണല്ലോ, അപ്പോൾ അത് കാരണം കാർബണിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം ചിലപ്പോൾ ഈ വാൾസിൽ പറ്റിപ്പിടിച്ചിരിക്കും, അതായത് കരി അത് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനും ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കും. കാരണം ഓയിൽ ഉപയോഗിച്ച് ആ വാളിൻ്റെ സർഫസിലെല്ലാം ആ ഓയിൽ ടച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് അത് തന്നെ ഈ കാർബൺ പാർട്ടിക്കിൾസിനെല്ലാം റിമൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എഞ്ചിനിൽ ഒഴിച്ചു കഴിഞ്ഞ ഓയിൽ മേ ബി ഒരു 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ആ ഓയിൽ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ ഡാർക്ക് കളറിൽ, ഓൾമോസ്റ്റ് നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ആ ഓയിൽ പുറത്ത് വരുന്നത്. അപ്പോൾ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞാലും അതിൻ്റെ കളർ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓയിലാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളറിലുള്ള ഓയിലാണ് എങ്കിൽ പോലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളർ നല്ല ബ്ലാക്ക് കളറാകും. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കമ്പസ്റ്റിംഗ് പ്രോസസ്സ് മൂലം ഉണ്ടാകുന്ന ആ കാർബണിൻ്റെ ഡിപ്പോസിറ്റ് റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ക്ലീനിങ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവും ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഓയിൽ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുക എന്നതാണ് എങ്കിൽ പോലും അതിൻ്റെ സെക്കൻഡറി ആയിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനുണ്ട്. ടെമ്പറേച്ചർ കുറയ്ക്കുക, പിന്നെ ഹീറ്റ് ഡിസിപ്പേഷന് സഹായിക്കുക, പിന്നെ ഡേർട്ടിനെ റിമൂവ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് സെക്കൻഡറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അപ്പോൾ ഇതാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ വെഹിക്കിൾസിൽ അല്ലെങ്കിൽ IC എൻജിൻസിൽ 2 ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതിനെ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷനും ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ എന്നും പറയും. എക്സാമിന് ചിലപ്പോൾ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സാധാരണ ചോദിക്കാൻ സാധ്യതയില്ല. വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്പ്ലാഷ് സിസ്റ്റവും പ്രഷർ ഫീഡ് സിസ്റ്റം, അതിനെ ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നും പറയും. ഈ 2 സിസ്റ്റംസും ഈ വെറ്റ് ലൂബ്രിക്കേഷൻ്റെ അകത്ത് വരുന്നതാണ്. ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ വേറെയാണ്. അതിലും ഏകദേശം ഇതേ മെത്തേഡ്സിനൊക്കെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണെന്നേ ഉള്ളൂ, അത് നോക്കണ്ട. അപ്പോൾ സാധാരണ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷനാണ് നമ്മുടെ വെഹിക്കിൾസിലെല്ലാം സാധാരണ യൂസ് ചെയ്യുന്നത്. അതായത് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇവിടെ പാസഞ്ചർ വെഹിക്കിൾസിനോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന വെഹിക്കിൾസിലെല്ലാം യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷനാണ്. അതല്ല റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന, അങ്ങനത്തെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വെഹിക്കിൾസിന് മാത്രമേ ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുക. റേസിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വെഹിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂബ്രിക്കേഷന് വേറെ മെത്തേഡ് വേണ്ടി വരും. സാധാരണ ഡൊമസ്റ്റിക് പർപ്പസിന് അല്ലെങ്കിൽ പാസഞ്ചർ ടൈപ്പ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ മതിയാവത്തില്ല, വളരെ ഹൈ സ്പീഡിലൊക്കെ മൂവ് ചെയ്യുന്ന വെഹിക്കിളാണെങ്കിൽ. അപ്പോൾ അതിനാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മുടെയൊക്കെ കാണുന്ന വെഹിക്കിൾസിനെല്ലാം യൂസ് ചെയ്യുന്ന വെറ്റ് സമ്പ് ലൂബ്രിക്കേഷനാണ്. അതിൻ്റെ അകത്ത് വരുന്ന 2 മെത്തേഡാണ് സ്പ്ലാഷ് സിസ്റ്റവും പ്രഷർ ഫീഡ് സിസ്റ്റം. ഈ പെട്രോൾ സിസ്റ്റം ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അതാണ് അത് പറയാത്തത്. ഈ സ്പ്ലാഷ് സിസ്റ്റം, പ്രഷർ ഫീഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡിലാണ് വരുന്നത്. ഈ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ IC എഞ്ചിൻ, ആ എഞ്ചിൻ ഇപ്പോൾ ഫിഗർ കാണിക്കുകയാണ്. ഇതാണ് IC എഞ്ചിൻ എന്ന് പറയുന്നത്. ആ സിലിണ്ടറും പിസ്റ്റണും എല്ലാം ഉണ്ട്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ക്രാങ്ക് കേസ്. നമ്മുടെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് പഠിച്ചപ്പോൾ ഈ ക്രാങ്ക് കേസ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പഠിച്ചായിരുന്നു. അതായത് പിസ്റ്റൻ്റെ താഴോട്ടുള്ള പോർഷൻ, ഈ മുകളിലുള്ള പോർഷനല്ല, ഈ വാൾവും സ്പാർക്ക് പ്ലഗും ഒക്കെ വരുന്ന പോർഷനല്ല, അല്ലാതെ അതിൻ്റെ ഈ പിസ്റ്റൻ്റെ ബാക്ക് സൈഡിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കേസിംഗ് ആയിരിക്കും. 2 സ്ട്രോക്ക് അതിൻ്റെ ഫിഗറിലാണ് നമ്മൾ ഈ ഒരു ക്രാങ്ക് കേസ് വരച്ചത്. അത് 4 സ്ട്രോക്കിന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഈ ക്രാങ്ക് കേസ് എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻറ്റ് കാണും, ഒരു കേസിംഗ് കാണും. അതിൻ്റെ അകത്തായിരിക്കും ഈ ഓയിലിനെ സ്റ്റോർ ചെയ്യുന്നത്. അതിന് സമ്പെന്ന് പറയും, ഓയിൽ സമ്പെന്ന് പറയും. ആ ഓയിലിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്രാങ്ക് കേസ് എന്ന് പറയുന്ന പോർഷനായിരിക്കും.
അങ്ങനെ എൻജിൻ സിലിണ്ടറിൻ്റെ കൂടെ തന്നെ ഈ ക്രാങ്ക് കേസിലാണ് ഓയിൽ സൂക്ഷിക്കുന്നത് എങ്കിൽ അതിനെ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എന്ന് പറയും. അതേസമയം ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ ആണ് എങ്കിൽ ഇവിടെ എൻജിൻ സിലിണ്ടറിൻ്റെ ഈ പിസ്റ്റൻ്റെ ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു സമ്പ് കാണത്തില്ല, ഈ ക്രാങ്ക് കേസ് ഒന്നും കാണത്തില്ല, മേ ബി ഓപ്പൺ ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കും പോലെ ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കും. അങ്ങനത്തെ കേസിലാണെങ്കിൽ വേറെ ഒരു സെക്ഷനിലായിരിക്കും, വേറെ ഒരു സ്റ്റോറേജ് ടാങ്കോ ഓയിൽ സൂക്ഷിക്കാനായിട്ടുള്ള സ്റ്റോറേജ് ടാങ്കോ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വെഹിക്കിളിൻ്റെ വേറൊരു പ്ലേസിലായിരിക്കും അതുള്ളത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓയിൽ ടാങ്ക് ഉപയോഗിച്ച് അതിൽ നിന്നാണ് ലൂബ്രിക്കേഷനുള്ള ഓയിൽ എത്തിക്കുന്നതെങ്കിൽ അതിനെ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ എന്ന് പറയും. ഇത് ഈ സ്പോർട്സ് വെഹിക്കിൾസിലൊക്കെ സാധാരണ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് അധികം ഇതിനെപ്പറ്റി പറയണ്ട. അപ്പം വെറ്റ് സമ്പ് ലൂബ്രിക്കേഷനാണ് ആക്ച്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിലാണ് ഇങ്ങനെ ഈ ക്രാങ്ക് കേസ് എന്ന് പറയുന്ന ആ പോർഷനിൽ ഈ ഓയിലിൻ്റെ സമ്പ്, അതായത് ഓയിലിനെ സൂക്ഷിക്കുന്ന ആ ഒരു മെത്തേഡ് സിലിണ്ടറിൻ്റെ കൂടെ തന്നെയായിരിക്കും ആ ഓയിൽ സമ്പ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന് ബേസിക് ആയിട്ടുള്ളത്. ഈ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ്റെ അകത്താണ് ഈ സ്പ്ലാഷ് സിസ്റ്റവും പ്രഷർ ഫീഡ് സിസ്റ്റവും ഒക്കെ വരുന്നത്. നമുക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റം ബേസിക്കലി ഈ 3 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയാം. എക്സാമിന് ചിലപ്പോൾ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലാഷ് സിസ്റ്റം 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേണമെങ്കിൽ സ്പ്ലാഷ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാം. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേണമെങ്കിൽ പ്രഷർ ഫീഡ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ ഫിഗർ കുറച്ചും കൂടെ വലുതാണ്. അപ്പോൾ 10 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ വർക്കിംഗ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ ആയിരിക്കാം എക്സാമിന് ചിലപ്പം ചോദിക്കുന്നത്. അതല്ല എങ്കിൽ പ്രത്യേകം എടുത്ത് ചോദിക്കും സ്പ്ലാഷ് സിസ്റ്റം എന്നോ പ്രഷർ ഫീഡ് സിസ്റ്റം എന്നോ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നോ എടുത്ത് ചോദിക്കും. അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണം എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈ 3 ടൈപ്പ് മാത്രമല്ല, വേറെയും ഒരുപാട് ടൈപ്പ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഇനിയും ഒരു 4-5 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ നമുക്ക് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സെലക്ട് ചെയ്ത ഒരു 3 എണ്ണം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ ഡെപ്തിലുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡ്സ് ഒന്നുമല്ല ഇപ്പോഴത്തെ വെഹിക്കിളിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വെഹിക്കിളിൽ ഓരോ കമ്പനീസും അവരുടെ റിസർച്ചൊക്കെ നടത്തി ഓരോ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയ ലൂബ്രിക്കേഷൻ മെത്തേഡ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊന്നും ടെക്സ്റ്റ് ബുക്കിലില്ല. ടെക്സ്റ്റ് ബുക്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് സിസ്റ്റംസാണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. അതിൽ തന്നെ മോസ്റ്റ് കോമൺ മെത്തേഡ്സായ 3 എണ്ണമാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പെട്രോയിൽ സിസ്റ്റം, സ്പ്ലാഷ് സിസ്റ്റം, പ്രഷർ ഫീഡ് സിസ്റ്റം. ഇതിനെ സാധാരണ ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നും പറയും. കാരണം ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയാൻ കാര്യം അതിൻ്റെ അകത്തൊരു പമ്പും കൂടെ കാണും, ഓയിൽ പമ്പും കൂടെ ഉണ്ടാക്കിയിരിക്കും. സ്പ്ലാഷ് സിസ്റ്റത്തിൽ പമ്പൊന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാധാ ലൂബ്രിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് ആദ്യം ഇതിനെ പെട്രോയിൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറയാം. പെട്രോൾ സിസ്റ്റത്തിൻ്റെ ഫിഗറൊന്നുമില്ല. ഇത് സംഭവം പണ്ടത്തെ 2 സ്ട്രോക്ക് വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നത്. പണ്ടെന്ന് പറയുമ്പോൾ 2 സ്ട്രോക്ക് വെഹിക്കിൾസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് 2 സ്ട്രോക്ക് വെഹിക്കിൾസിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു രീതിയാണ് പെട്രോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഡിവൈസസോ എക്യുപ്മെൻറ്റ്സോ ലൂബ്രിക്കേഷന് വേണ്ടി പ്രത്യേകം കമ്പോണൻസോ ഒന്നുമില്ല. നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, സാധാരണ പെട്രോളാണല്ലോ, പെട്രോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ലൂബ്രിക്കേഷനിലുള്ള ഓയിലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ഇപ്പോഴും പമ്പിൽ ചെന്നിട്ട് ഓയിലും കൂടെ ഒഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ 2 സ്ട്രോക്ക് വണ്ടിയാണെങ്കിൽ ആ ഓണേഴ്സിന് അറിയാമായിരിക്കും പെട്രോൾ അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർ ഓയിലും കൂടെ മിക്സ് ചെയ്തായിരിക്കും അവർ അടിക്കുന്നത്. നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്നിട്ട് പണ്ടത്തെ കൈൻഡി ഹോണ്ടയൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പറയും ഓയിലും കൂടെ വേണമെന്ന് പറയുമ്പോൾ 1 ലിറ്ററിന് 30 മില്ലി, അതാണ് ആ റേഷ്യോ എന്ന് പറയുന്നത്. 1 ലിറ്റർ പെട്രോളിന് 30 മില്ലി ലൂബ്രിക്കേറ്റിംഗ് ഓയിലും കൂടെ ഒഴിക്കും. അവിടെ സാധാരണ ഈ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ അകത്തോട്ട് ആദ്യം പെട്രോൾ അടിച്ചിട്ട് ആ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കും. 30 മില്ലി ഓയിലും കൂടെ, 1 ലിറ്റർ പെട്രോൾ ആണെങ്കിൽ 30 മില്ലി ഓയിലും കൂടെ സെപ്പറേറ്റ് ഒരു ചെറിയൊരു കപ്പ് കാണും. ആ കപ്പ് യൂസ് ചെയ്ത് ആ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ പെട്രോളും ഓയിലും കൂടെ മിക്സ് ചെയ്തായിരിക്കും പെട്രോൾ ടാങ്കിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് സംഭവം നമ്മുടെ ഫ്യൂൽ സിസ്റ്റം വഴി കാർബറേറ്ററിൽ പെട്രോൾ എത്തും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ സിലിണ്ടറിൻ്റെ അകത്ത് ഇതുവഴി കയറും, ഇൻലെറ്റ് വാൾവ് വഴി നമ്മുടെ സിലിണ്ടറിൻ്റെ അകത്ത് കയറും. അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് ബേൺ ചെയ്യും. അപ്പോൾ ബേൺ ചെയ്യുന്ന സമയത്ത് പെട്രോളിൻ്റെ കൂടെ തന്നെ ഓയിലും കൂടെ കാണും. പക്ഷേ ഇങ്ങനെ ബേൺ ചെയ്യുന്ന സമയത്ത് പെട്രോളേ കത്തത്തുള്ളൂ. അതിൻ്റെ കൂടെയുള്ള ഓയിൽ എന്ന് പറയുന്ന ലൂബ്രിക്കേഷന് വേണ്ടി വരും. എവിടെയൊക്കെ പെട്രോൾ എത്തുന്നോ അവിടെയെല്ലാം അതിൻ്റെ കൂടെ തന്നെ ഈ ലൂബ്രിക്കേറ്റ് ഓയിലും കൂടെ അതിൻ്റെ അകത്തോട്ട് എത്തിക്കോളും. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ നടക്കും. അങ്ങനെ ഒരു രീതിയാണ് പെട്രോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പെട്രോളിൻ്റെ കൂടെ തന്നെ ഈ ലൂബ്രിക്കേഷനുള്ള ഓയിൽ, അതായത് എഞ്ചിൻ ഓയിൽ എന്ന് തന്നെ പറയാം, ആ ലൂബ്രിക്കേഷനുള്ള ഓയിൽ കൂടെ മിക്സ് ചെയ്തായിരിക്കും നമ്മൾ അടിക്കുന്നത്, പെട്രോളിൽ ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ അത് നമ്മുടെ പെട്രോൾ എവിടെയൊക്കെ എത്തുന്നു, കാർബറേറ്ററിലോ അല്ലെങ്കിൽ എഞ്ചിൻ സിലിണ്ടറിലോ എവിടെയൊക്കെ പെട്രോൾ എത്തുന്നു അതിൻ്റെ കൂടെ തന്നെ അതിൽ മിക്സ് ചെയ്തിട്ടുള്ള ഓയിലും കൂടെ എത്തും. ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ, പെട്രോൾ എത്തുന്ന ഭാഗത്തെല്ലാം ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ കിട്ടും. ആ ഒരു രീതിയാണ് ഈ പെട്രോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പണ്ട് കാലത്ത് 2 സ്ട്രോക്കിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് പെട്രോയിൽ സിസ്റ്റം എന്ന് പറയുന്നത്, അതും പെട്രോൾ എഞ്ചിൻസിൽ. അപ്പോൾ ഇത് 2 സ്ട്രോക്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതില്ല, കാരണം ഇപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഇല്ലല്ലോ. ഈ 2 സ്ട്രോക്ക് വണ്ടി ഉള്ളവർ ഈ രീതിയിലായിരിക്കും അവർ പെട്രോൾ അടിക്കുന്നത്. പെട്രോൾ അടിക്കുമ്പോൾ തന്നെ അവർ പറയും ഓയിലും കൂടെ ഓയിലും കൂടെ ഒഴിക്കണമെന്ന് പറയുമ്പോൾ പെട്രോൾ അടിക്കുന്ന ആ ഒരു ബോയ് അതിൻ്റെ കൂടെ ഓയിലും കൂടെ ഒഴിക്കും. അതിനുള്ള ഓയിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ വളരെ കോസ്റ്റ് കുറഞ്ഞ അധികം കമ്പോണൻസ് ഒന്നും ഇല്ലാത്ത ഒരു മെത്തേഡാണ് പെട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, ഈ പെട്രോൾ എത്തുന്ന ഭാഗത്ത് മാത്രമേ ഓയിൽ എത്തത്തുള്ളൂ, ലൂബ്രിക്കേഷൻ നടക്കത്തുള്ളൂ. പെട്രോൾ എത്താത്ത ഭാഗങ്ങളും ഉണ്ട് ഒരുപാട് എഞ്ചിൻ്റെ പാർട്സ് തന്നെ, അവിടെയൊന്നും ലൂബ്രിക്കേഷൻ കാര്യമായിട്ട് നടക്കത്തില്ല. അതൊരു ലിമിറ്റേഷനാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഈ ലൂബ്രിക്കേഷൻ ഓയിൽ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്കറിയത്തില്ല. ഓരോ പെട്രോൾ പമ്പിലും ഓരോ ടൈപ്പ് ഓഫ് ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പം കോസ്റ്റ് കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ഓയിലായിരിക്കാം, ചിലയിടത്ത് നല്ല ക്വാളിറ്റി ഓയിലായിരിക്കും. അപ്പം ഈ ഓയിലിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടിയുള്ള ഓയിലിൻ്റെ ക്വാളിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. മാത്രമല്ല ഈ 1 ലിറ്റർ പെട്രോളിന് 30 മില്ലിയാണ് സാധാരണ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ക്വാണ്ടിറ്റിയിലും ചിലപ്പം വ്യത്യാസം വരാം. കറക്റ്റ് ക്വാണ്ടിറ്റി ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ഓയിൽ ബേൺ ചെയ്യും, പെട്രോളിൻ്റെ കൂടെയുള്ള ഓയിൽ ബേൺ ചെയ്യത്തില്ല എങ്കിലും ഒരുപാട് ഓയിൽ വരപ്പോൾ ഒരുപാട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഓയിലും കൂടെ ബേൺ ചെയ്യും. അങ്ങനെ ഓയിൽ ബേൺ ചെയ്യുന്നത് മേ ബി പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസും കൂടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഈ പെട്രോൾ സിസ്റ്റത്തിനുണ്ട്. ഒന്ന്, അത്രത്തോളം എഫക്റ്റീവ് അല്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. പെട്രോൾ എവിടെയൊക്കെ എത്തുന്നു അവിടെ മാത്രമേ ഈ ലൂബ്രിക്കേഷൻ നടക്കത്തുള്ളൂ. പിന്നെ ഉള്ളൊരു മെയിൻ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരുപാട് നാൾ വണ്ടി എടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ പെട്രോളിൻ്റെ അകത്ത് മിക്സ് ചെയ്തിരിക്കുന്ന ഓയിൽ മേ ബി സെപ്പറേറ്റായി ഏറ്റവും താഴെ, ആ പെട്രോൾ ടാങ്കിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ വന്ന് അടിഞ്ഞുകൂടും ഈ ഓയിൽ. അപ്പോൾ അത് മേ ബി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം പെട്രോൾ ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലോട്ട് പോകുന്നത് ഈ ഓയിലായിരിക്കും. ആ ഓയിൽ കാർബറേറ്ററിലോട്ട് ചെന്ന് ബ്ലോക്ക് ആവുകയും വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുകയും അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വരാം, ഒരുപാട് നാൾ വണ്ടി എടുക്കാതിരിക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് എല്ലാം ഈ പെട്രോൾ സിസ്റ്റത്തിനുണ്ട്. അപ്പം അത് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, കാരണം 2 സ്ട്രോക്ക് എഞ്ചിൻസ് തന്നെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഈ പെട്രോൾ സിസ്റ്റം ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. രണ്ടാമത്തതാണ് സ്പ്ലാഷ് സിസ്റ്റം. ഇത് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബൈക്സിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഈ സ്പ്ലാഷ് സിസ്റ്റമാണ്. സ്പ്ലാഷ് സിസ്റ്റത്തിനും സത്യം പറഞ്ഞാൽ അഡീഷണൽ പവർ ഒന്നും വേണ്ട, ലൂബ്രിക്കേഷന് വേണ്ടി അഡീഷണൽ പവർ ഒന്നും വേണ്ട, ഒരുപാട് കമ്പോണൻസ് ഒന്നും വേണ്ട. ഈ സ്പ്ലാഷ് സിസ്റ്റത്തിന് അഡീഷണലായിട്ട് ഈ ഡിപ്പർ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റ് മാത്രമാണ് വേണ്ടത്. ഇതിനെ സ്കൂപ്പ് എന്നോ സ്പൂൺ എന്നോ അല്ലെങ്കിൽ ഡിപ്പറോ എന്നൊക്കെ പറയും. ഡിപ്പർ എന്ന് ഞാൻ ഈ ഫോട്ടോ എടുത്ത ടെക്സ്റ്റ് ബുക്കിൽ ഡിപ്പർ എന്ന വേർഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സാധാരണ ഈ ഒരു കമ്പോണൻ്റ്, ഇങ്ങനെ ഈ ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ആ ഒരു കമ്പോണൻറ്റിനെ സ്കൂപ്പ്, നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ഉണ്ടല്ലോ ആ വേർഡ് തന്നെ സ്കൂപ്പ് എന്നോ അല്ലെങ്കിൽ സ്പൂൺ എന്നോ ഒക്കെയാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഈ പിസ്റ്റൺ, ഇത് കണക്റ്റിംഗ് റോഡ്, അത് കഴിഞ്ഞ് ക്രാങ്ക്. ആ ക്രാങ്ക് എന്ന് പറയുന്ന കമ്പോണൻറ്റിലായിരിക്കും ഈ സ്കൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ചന്ദ്രക്കല പോലുള്ള സ്പൂൺ പോലത്തെ ഈ ഒരു ഡിവൈസല്ല, അത് ചെറിയൊരു എലമെൻറ്റ്, ഒരു കമ്പോണൻറ്റ് മാത്രമാണ്. സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ എഞ്ചിൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പം ഇതെന്ന് പറയുന്ന ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ എഞ്ചിൻ ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ്, ആ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്ന എഞ്ചിൻ ഓയിലിൻ്റെ സമ്പാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ക്രാങ്ക് കേസിൻ്റെ ഈ ഒരു പോർഷൻ ഓയിൽ സമ്പായിരിക്കും. ഇതിൻ്റെ അകത്തോട്ടായിരിക്കും നമ്മൾ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു സ്പൂണ് ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി ഈ ഓയിൽ സമ്പിലോട്ട് കയറി അങ്ങ് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് കാരണം ഇതിൽ നിന്ന് ഈ ഓയിൽ തെറിച്ച് ഈ ഭാഗത്തോട്ടെല്ലാം തെറിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ സ്പ്ലാഷ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ സ്പൂൺ അല്ലെങ്കിൽ സ്കൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്രാങ്ക് ഇവിടെ കാണുന്ന റൊട്ടേറ്റ് ചെയ്യുമ്പം അതിനനുസരിച്ച് സ്പ്ലാഷ് ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള എഞ്ചിൻ ഓയിൽ ഈ മുകളിൽ ഈ സിലിണ്ടറിൻ്റെ ഈ പോർഷനിലോട്ട് സ്പ്ലാഷ് ചെയ്യും. അങ്ങനെ സ്പ്ലാഷ് ചെയ്ത് ആവശ്യത്തിന് ഈ സിലിണ്ടർ വാൾസിലെല്ലാം ലൂബ്രിക്കേഷൻ ആവശ്യത്തിന് കിട്ടും. ആ ഒരു പ്രിൻസിപ്പിളാണ് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് സ്പ്ലാഷ് ചെയ്യുന്ന കാരണം ഈ സിലിണ്ടർ വാൾസിൻ്റെ ഈ പോർഷനിലെല്ലാം വരും. അത് കഴിഞ്ഞ് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ പിസ്റ്റൻ്റെ വാളിലും ആ ഓയിലിൻ്റെ ഫിലിം എല്ലാം ടച്ച് ചെയ്യും. എന്നിട്ട് വീണ്ടും പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഓയിലിൻ്റെ ഫിലിം ഈ പോർഷനിലോട്ട് എത്തിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് ഈ ഒരു സ്പ്ലാഷ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് എക്സ്റ്റേണൽ പവറൊന്നും ആവശ്യമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും നമ്മുടെ ബൈക്കിലൊക്കെ സിംഗിൾ സിലിണ്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റി കുറഞ്ഞ
വെഹിക്കിൾസ് എല്ലാം ഇപ്പോഴും സ്പ്ലാഷ് സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ സ്പൂൺ എന്നറിയപ്പെടുന്ന ആ എലമെൻ്റാണ്. ഇതെന്ന് പറയുന്നത് ഓയിൽ സമ്പാണ്, എഞ്ചിൻ ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ഓയിൽ സൂക്ഷിക്കുന്ന സമ്പാണ്. ഇത് ക്രാങ്ക് കേസാണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് കേസാണ്. ഈ പിസ്റ്റൻ്റെ ബാക്ക് വരുന്ന ആ സൈഡ് ഇതൊരു ക്ലോസ്ഡ് കേസായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ സ്പ്ലാഷ് ചെയ്താണ് ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ കിട്ടുന്നത്. സ്പ്ലാഷ് ചെയ്ത് ബാക്കിയുള്ള ഓയിൽ താഴോട്ട് തന്നെ അങ്ങ് വീണോ, ഗ്രാവിറ്റി മൂലം താഴോട്ട് തന്നെ വീണോളൂ. എന്നിട്ട് അതിന് പിന്നെ സ്പ്ലാഷ് ചെയ്യുമ്പോൾ അങ്ങോട്ട് എത്തിക്കോളും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പ്ലാഷ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഈ എഞ്ചിൻ്റെ ലെവൽ, ഈ എഞ്ചിൻ ഓയിലിൻ്റെ അല്ലെങ്കിൽ ഈ ലൂബ്രിക്കൻ്റ് ഓയിലിൻ്റെ ലെവൽ കുറയുമ്പം ആവശ്യത്തിന് സ്പ്ലാഷ് വരത്തില്ല, സ്പ്ലാഷ് ചെയ്യാനൊക്കത്തില്ല. കാരണം ലെവൽ കുറയുകയാണെങ്കിൽ, അതായത് എഞ്ചിൻ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറയുകയാണെങ്കിൽ ഈ സ്പ്ലാഷ് സിസ്റ്റം ആവശ്യത്തിന് നേരെ ചൊവ്വേ വർക്ക് ചെയ്യത്തില്ല. കാരണം സ്പ്ലാഷ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഇല്ലാതെ വരും. ആ സമയത്തായിരിക്കും നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കുന്നത്. എഞ്ചിൻ ഓയിൽ പുതിയതായിട്ട് റീഫിൽ ചെയ്ത് കൊടുക്കുന്നത് ആ സമയത്തായിരിക്കും. അപ്പോൾ ലെവൽ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡെല്ലാം ബൈക്ക് ഉള്ളവർക്ക് അറിയാമായിരിക്കും. ബൈക്കിൻ്റെ എഞ്ചിനിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു നോബുണ്ട്. ആ നോബ് വഴി ഈ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ മിനിമം ലെവൽ എത്ര വേണം എന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്കെയിലിൽ വെച്ച് നമുക്ക് ഇൻഡിക്കേഷൻ നമുക്ക് അറിയാനൊക്കും, എത്ര ലെവൽ ഓയിലുണ്ട് എന്നൊക്കെ അറിയാനൊക്കും. അപ്പം അതിൻ്റെ ആ ലെവലിനെക്കാളും കുറയുകയാണെങ്കിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ റീഫിൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ള എഞ്ചിൻ ഓയിൽ റിമൂവ് ചെയ്തിട്ട് പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്യുന്ന ബേസിക് മെത്തേഡ് പറഞ്ഞാൽ ഈ സ്പ്ലാഷ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയാം. ചെറിയ സിലിണ്ടേഴ്സ്, വലിയ എൻജിൻസ് ആണെങ്കിൽ ഇത് അത്രത്തോളം എഫക്റ്റീവ് ആകത്തില്ല. പക്ഷേ ചെറിയ സിലിണ്ടറുള്ള എഞ്ചിനൊക്കെ ആണെങ്കിൽ ഇത് എഫക്റ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഷർ ഫീഡ് സിസ്റ്റം എന്ന ആ ഒരു മെത്തേഡ്. ഇതിനെ ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഈ പ്രഷർ ഫീഡ് സിസ്റ്റം കാറിലോ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസ് ആയ ബസ്സിലും ലോറിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രഷർ ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു പമ്പ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. ആ പമ്പിനെ ഓയിൽ പമ്പ് എന്ന് പറയാം. ഓയിലിനെ, ഈ ലൂബ്രിക്കേഷൻ്റെ ഉള്ള ഓയിലിനെ പമ്പ് ചെയ്യാനുള്ള അതെന്ന് പറയാം. അപ്പോൾ ഇത് ഓയിൽ സമ്പ് നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ എഞ്ചിൻ്റെ ഏകദേശം ബാക്ക് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ളൊരു ഭാഗമായിരിക്കത്തില്ല, പക്ഷേ എന്നാലും എഞ്ചിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രഷർ ഫീഡ് സിസ്റ്റം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷനിൽ വരും, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷനിൽ വരും. ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ ആണ് എങ്കിൽ ഈ സമ്പ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ വേറെ ഒരു സ്ഥലത്തായിരിക്കും, എഞ്ചിൻ്റെ കൂടെ ആയിരിക്കത്തില്ല, വെഹിക്കിളിൻ്റെ വേറെ ഏതെങ്കിലും പാർട്ട്, വേറെ ഏതെങ്കിലും ടാങ്കിലായിരിക്കും ഈ സമ്പ് എന്നുകൊണ്ട് ഇൻഡിക്കേഷൻ. അവിടെ നിന്ന് ഈ ഓയിൽ പമ്പ് വഴിയായിരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഡിവൈസിലോട്ട് ഈ ലൂബ്രിക്കൻ്റ് ഓയിലിന് അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലിന് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ല വെറ്റ് ഇതാണെങ്കിൽ, വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ ആണ് എങ്കിൽ എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ കൂടെ തന്നെ ഈ ഒരു സമ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പമ്പും കൂടെ കാണും. ഈ പമ്പ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ എഞ്ചിനിൽ നിന്നുള്ള പവർ ഉപയോഗിച്ച് തന്നെയായിരിക്കും ഈ പമ്പും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പമ്പ് ഉപയോഗിച്ച് ഈ ലൂബ്രിക്കൻ്റ് ഓയിലിനെ പമ്പ് ചെയ്യും, വളരെ ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യും. അപ്പോൾ ആ പമ്പ് ചെയ്യുന്ന നേരെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിലോട്ടാണ് വരുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ടർ എന്ന എലമെൻറ്റിൽ നിന്ന് ഏതൊക്കെ കമ്പോണൻസിലാണോ ലൂബ്രിക്കേഷൻ വേണ്ടത് ആ കമ്പോണൻസിലോട്ടെല്ലാം ലൈൻസ് പോകുന്നുണ്ട്, ഫ്ലൂയിഡ് ലൈൻസ്, പൈപ്പ് ലൈൻസ് പോകുന്നുണ്ട്, ചെറിയ ട്യൂബ് പോകുന്നുണ്ട്. ഏതൊക്കെ കമ്പോണൻസിലോട്ടാണോ ലൂബ്രിക്കേഷൻ വേണ്ടത് ആ കമ്പോണൻസിലോട്ടെല്ലാം ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് കണക്ഷൻ പോകുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കണക്ഷൻ നേരെ എഞ്ചിനിലോട്ട് തന്നെയായിരിക്കും പോകുന്നത്. ആ മെയിനായിട്ടുള്ള കണക്ഷൻ ഇവിടെ വന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇതുവഴി നേരെ എഞ്ചിനിലോട്ട് എത്തും. ഇതാണ് നമ്മുടെ എഞ്ചിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇത് പിസ്റ്റനാണ്, ഇത് കണക്റ്റിംഗ് റോഡ്. ആ കണക്റ്റിംഗ് റോഡിൽ ചെറിയ ഗ്രൂവ്സ് കാണും, ഓയിൽ ഗ്രൂവ്സ്. ഈ പറയുന്ന ഈ ലൂബ്രിക്കൻ്റ് ഓയിൽ ഈ ഗ്രൂവ്സിൻ്റെ അകത്ത്, അതായത് ഹോൾ തന്നെയാണ്, ആ ഹോൾ വഴിയായിരിക്കും ഈ പിസ്റ്റൻ്റെ ഈ വശങ്ങളിലോട്ടെല്ലാം എത്തുന്നത്. പിസ്റ്റൻ്റെ ഈ ഒരു ഓയിൽ ഗ്രൂവ്സ് വഴി ഇതിൻ്റെ അകത്തോട്ട് എത്തുന്ന ഈ ലൂബ്രിക്കൻ്റ് ഓയിൽ ഇവിടെ ഓപ്പണിംഗ് ആണ്, പിസ്റ്റൻ്റെ ഈ സൈഡിൽ ഓപ്പണിംഗ് ആണ്. ആ സൈഡിലുള്ള ഓപ്പണിംഗ് വഴിയായിരിക്കും ഈ സിലിണ്ടർ വാൾസിലോട്ട് ലൂബ്രിക്കൻ്റ് ഓയിൽ എത്തുന്നത്. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡിലും ആ ഒരു ഹോൾ കാണും, അതിൻ്റെ കൂടെ ക്രാങ്കിലും ഹോൾ കാണും, അതായത് ഓയിൽ ഗ്രൂവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രാങ്കിലൂടെ ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലൂയിഡ്, ലൂബ്രിക്കൻ്റ് ഓയിൽ നേരെ ക്രാങ്കിലുള്ള ഓയിൽ ഗ്രൂവ്സ് വഴി, കണക്റ്റിംഗ് റോഡിലുള്ള ഓയിൽ ഗ്രൂവ്സ് വഴി നേരെ പിസ്റ്റണിലെത്തും. അവിടെ നിന്നായിരിക്കും പിന്നെ പിസ്റ്റൻ്റെ സൈഡ് വശങ്ങളിലുള്ള ഹോളിലേക്ക് ആ ഓയിലെത്തുന്നത്. അങ്ങനെ ലൂബ്രിക്കൻ്റ് ഓയിലെത്തി ഈ സിലിണ്ടർ വാൾസിലോട്ട് എത്തും. അപ്പം അങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് ലൂബ്രിക്കേഷൻ നടക്കും. അപ്പം വളരെ ഹൈ പ്രഷറിലായിരിക്കും ഈ പമ്പിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ വഴി ഈ ഓയിൽ ഗ്രൂസിലൂടെ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇതിൻ്റെ ഈ സിലിണ്ടറിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് ലൂബ്രിക്കേഷൻ നടക്കും എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെക്കാളും എഫക്റ്റീവായിട്ട് ലൂബ്രിക്കേഷൻ ഇവിടെ നടക്കും. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ പമ്പൊക്കെ ഉണ്ട്, അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പവർ എല്ലാം വേണ്ടി വരും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ വലിയ വെഹിക്കിൾസ് മാത്രമേ, ബൈക്സിലൊന്നും യൂസ് ചെയ്യാറില്ല,
4 വീലറിലോ അല്ലെങ്കിൽ 6 വീലർ 8 വീലേഴ്സിലൊക്കെയാണ് സാധാരണ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രഷർ ഫീഡ് സിസ്റ്റം എന്ന് പറയും. എക്സാമിന് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, ലൂബ്രിക്കേഷൻ സിസ്റ്റം 5 മാർക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരച്ച് സ്പ്ലാഷ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ള വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ഈ ഒരു പ്രഷർ ഫീഡ് സിസ്റ്റം അതിൻ്റെ ഫിഗർ വരച്ചിട്ട് സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഫിഗർ വരച്ച് ഒരു 5-6 സെൻറ്റൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എഴുതാം. വർക്കിംഗ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇത് സമ്പുണ്ട്, സമ്പിൽ നിന്ന് ഓയിൽ പമ്പ് വഴി ഡിസ്ട്രിബ്യൂട്ടറിലോട്ട് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് എവിടേക്കാണ് ലൂബ്രിക്കേഷൻ വേണ്ടത് ആ ഭാഗത്തോട്ടെല്ലാം കണക്ഷൻ പോകുന്നുണ്ട്. അതിൻ്റെ മേജറായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് നേരെ എഞ്ചിൻ സിലിണ്ടറിലോട്ട് തന്നെയാണ്. ക്രാങ്കിൽ ഓയിൽ ഗ്രൂസ് കാണും, അതുപോലെ തന്നെ കണക്ഷൻ നോഡിൽ ഓയിൽ ഗ്രൂസ് കാണും. ആ ഓയിൽ ഗ്രൂസ് വഴി ഈ ഹൈ പ്രഷറിൽ വരുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നേരെ പിസ്റ്റണിൽ എത്തി സിലിണ്ടർ വാൾസിലോട്ട് എത്തും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് പ്രഷർ ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൻ്റെ എക്സാമിന് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഫിഗർ തന്നെയാണ്. ഈ ഒരു ഫിഗർ വരച്ച് അതിൻ്റെ ഒരു 4-5 സെൻറ്റൻസ് എഴുതിയാൽ അതിൻ്റെ വർക്കിംഗ് ആവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിന് നേരെ കൊടുത്തിട്ടില്ല, ബാലേന്ദ്രൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിന് നേരെ കൊടുത്തിട്ടില്ല. ഇതിന് എഴുതാനുള്ള മെറ്റീരിയൽ എന്താണെന്ന് ഞാൻ ഫോട്ടോ എടുത്ത് ഇടാം. നമ്മുടെ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിടാം, എന്താണ് ഇതിന് എഴുതാനുള്ളതെന്നും വിത്ത് ഫിഗർ ഞാൻ ഫോട്ടോ എടുത്തിടാം. അത് നോക്കി പഠിച്ചാൽ മതി. ഈ ഒരു പോർഷൻ മാത്രം. നമ്മുടെ ബെഞ്ചമിൽ ഈ ഒരു ഫിഗേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഗേഴ്സ് കൊടുക്കാതെയുള്ള വർക്കിംഗ് ഒക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഫിഗേഴ്സ് ഉള്ള വർക്കിംഗുള്ള ആ ഒരു മെറ്റീരിയൽ ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മാക്സിമം 10 മാർക്സിനൊക്കെ ചോദിക്കുള്ളൂ. ഇതിലുള്ള സ്പ്ലാഷ് സിസ്റ്റവും പ്രഷർ ഫീഡ് സിസ്റ്റവും ഇത് രണ്ടും കാര്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതാണ് ചോദിക്കാൻ സാധ്യത കൂടുതലെന്ന് പറയുന്നത്. പെട്രോൾ സിസ്റ്റം ഇപ്പോൾ യൂസ് ചെയ്യാത്ത ഒരു മെത്തേഡ് ആയതുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ചോദിക്കുകയാണെങ്കിൽ തന്നെ 3 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഈ സ്പ്ലാഷ് സിസ്റ്റവും പ്രഷർ ഫീഡ് സിസ്റ്റവുമാണ് ചാൻസ് കൂടുതൽ. ഫിഗറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ഫിഗർ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത്രയാണ് ഈ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പോർഷനിലുള്ളത്. താങ്ക് യു.